കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി പ്ലെയർ കോൺഫിഗർ ചെയ്തു. അതേപോലെ ഫ്രിഡ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഫ്രിഡ വെച്ചിട്ടൊരു ലാബ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്റൻഷൻ. ദെൻ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രിഡ ലാബ്സ് എന്ന് സെർച്ച് ചെയ്യാം. ഫ്രിഡ ലാബ്സ് എന്ന് സെർച്ച് ചെയ്യാം. കാരണം നമുക്ക് ഫ്രിഡ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് APK ഫയൽസുകൾ വേണം. അവിടെയാണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. സോ നിങ്ങൾ ഈ ഫസ്റ്റ് കാണുന്ന ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ഗിറ്റ്ഹബ് ആണ്. അവിടെ കുറെ APK ഫയലുകൾ ഉണ്ട്. നമ്മൾ അവിടെയാണ് ഫ്രിഡ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, സെക്കൻഡ് ലാബ് എടുക്കുക. ഫസ്റ്റ് ലാബിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ചെയ്യുന്നില്ല. സെക്കൻഡ് ലാബ് എടുക്കുക. ഫസ്റ്റിൽ നമുക്ക് കോഡ് നോക്കിയാൽ തന്നെ പാസ്വേഡ് കിട്ടും. ആ പാസ്വേഡ് കൊടുത്താൽ നമുക്ക് ഫ്ലാഗ് കിട്ടും. സോ നമുക്ക് ഫ്രിഡന്റെ ആവശ്യമൊന്നുമില്ല. ദെൻ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു APK ഫയൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ APK ഫയൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്താവും, ഡൗൺലോഡ് ആവും. ദെൻ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ഈ ഒരു APK നമ്മളുടെ ടാർഗറ്റ് ഡിവൈസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ആ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് നമുക്കറിയാം. ഫയൽ ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ്സിലായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഡൗൺലോഡ്സിലേക്ക് പോവാം. ഓക്കെ, ഡൗൺലോഡ്സിലേക്ക് പോയി. ഫയലിന്റെ പേരെന്തായിരുന്നു, ജസ്റ്റ് കാണാൻ പറ്റും, ചലഞ്ച് 0x2 APX. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ടാർഗറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ടാർഗറ്റിൽ ഞാൻ കണക്റ്റഡ് ആണോ എന്ന് നോക്കണം. അതെങ്ങനെ നോക്കുന്നത്, ADB ഡിവൈസസ്. ഓക്കെ, ഞാൻ ADB വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ടാർഗറ്റിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ADB ഇൻസ്റ്റാൾ ദെൻ ചലഞ്ച് 02. ഈ ഒരു അപ്ലിക്കേഷൻ ആണ് നമ്മൾ പെൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്യണം, ടാർഗറ്റ് മീൻസ് നമ്മളുടെ എമുലേറ്ററിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫ്രിഡ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ LD പ്ലെയറിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ ഇവിടെ LD പ്ലെയറിൽ ഓപ്പൺ ആയി. ഓക്കെ, ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ എന്താ കാണുന്നത്, ജസ്റ്റ് ഒരു ഹുക്ക് മീ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ലിങ്കോ ബട്ടണോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ലാബിലായിട്ട് ഹുക്ക് മീ എന്നുള്ള ഒരു മെസ്സേജ് മാത്രമുണ്ട്. ഇതിന്റെ അപ്പുറത്താണ് ഒരു ഫ്ലാഗ് ഒളിഞ്ഞു കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ആ ഫ്ലാഗ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്തു. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടാർഗറ്റിൽ ആ ഒരു കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു, ജാഡക്സ് ഞാൻ യൂസ് ചെയ്യുന്നു. ദെൻ ജാഡക്സ് ഞാൻ ഓപ്പൺ ആക്കി. ഓക്കെ, ജാഡക്സിൽ എന്ത് ചെയ്യുന്നു, ഈ ഫയൽ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ചലഞ്ച് 2 അല്ലേ, യെസ്. ഞാൻ ആ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചലഞ്ചിന്റെ കോഡ് കാണാൻ പറ്റും. ആ ഒരു അപ്ലിക്കേഷന്റെ കോഡ് കാണാൻ പറ്റും. അതിൽ നിന്ന് സോഴ്സ് കോഡ് .com, ഈ കോം എന്നുള്ളത് എടുക്കുക. ദെൻ ഇവിടെ കാണാൻ പറ്റും മെയിൻ ആക്ടിവിറ്റി. ഓക്കെ, ഈ മെയിൻ ആക്ടിവിറ്റിയിലാണ് എന്തുള്ളത്, നമ്മളുടെ കോഡ് ഉള്ളത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഈ മെയിൻ ആക്ടിവിറ്റി ഇതിലേക്ക് എടുത്തു. ദെൻ ജാഡക്സിൽ നമുക്ക് ആ കോഡ് കാണാൻ പറ്റുന്നുണ്ട്. ആ കോഡിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് ഫ്ലാഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വർക്ക് ചെയ്യണം, ഇഫ് a ഈക്വൽ ടു 4919 എന്നുള്ള ഒരു വാല്യൂ വരണം എന്നുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡ് ടാർഗറ്റിൽ റൺ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫ്ലാഗ് കിട്ടുള്ളൂ. പക്ഷേ ഈ കോഡ് അവിടെ റൺ ചെയ്യാൻ ആ ആപ്ലിക്കേഷനിൽ എന്ത് നമ്മൾ കാണുന്നില്ല, ഒരു തരത്തിലുള്ള ലിങ്കോ ഫംഗ്ഷനോ ഒന്നും അവിടെ ഇല്ല. അപ്പൊ ഇതെന്താണ്, ഒരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ നമ്മൾ റിയൽ ടൈമിലും ഇതുപോലത്തെ ആക്ടിവിറ്റികൾ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ഒരു ടാസ്ക് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ മാത്രം
എന്തേ കിട്ടുള്ളൂ, ഈ പറയുന്ന ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ, ആ രീതിയിലായിരിക്കും. അപ്പോഴും നമുക്ക് എന്താണ്, നമുക്ക് ബ്ലാങ്ക് ആണ്. നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അറിയില്ലെങ്കിലും ഇപ്പൊ നമ്മൾ കാണുന്ന സ്ക്രീനും തമ്മിൽ വലിയ വ്യത്യാസമല്ല. കാരണം എന്താണ്, ഇപ്പൊ കാണുന്ന സ്ക്രീനിൽ എന്താ കാണിക്കുന്നത്, ഹുക്ക് മീ എന്നുള്ള മെസ്സേജ് മാത്രം, വേറെ ഒന്നുമില്ല. ലിങ്കോ ക്ലിക്ക് ചെയ്യാനോ അങ്ങനത്തെ ഒരു ഓപ്ഷനും അവിടെ ഇല്ല. അതേപോലെ തന്നെയല്ലേ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ട് കിട്ടേണ്ട ഒരു ഡാറ്റയാണെന്നുണ്ടെങ്കിൽ ഒരേപോലെയാണ്, ബ്ലാങ്ക് ആണ്, യൂസർ നെയിം പാസ്വേഡ് നമുക്കറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷൻ പാസ്സായി കഴിഞ്ഞാൽ, ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഫ്ലാഗ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ഫ്ലാഗ് കണ്ടുപിടിക്കണം, ഈ ഫംഗ്ഷനെ റണ്ണ് ചെയ്യിപ്പിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷനെ റണ്ണ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഏത്, ഫ്രിഡ എന്ന് പറയുന്നത്. ഫ്രിഡ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ആക്ടിവിറ്റികൾ, ഹിഡൻ ആയിട്ട് കിടക്കുന്ന ആക്ടിവിറ്റീസുകൾ കണ്ടുപിടിച്ചിട്ട് അത് റൺ ചെയ്യാം. അതേപോലെ ടാർഗറ്റിൽ ഏതെങ്കിലും സ്ക്രിപ്റ്റ് റണ്ണ് ചെയ്താൽ മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രിഡ യൂസ് ചെയ്ത് എത്തിക്കാൻ പറ്റും, സ്ക്രിപ്റ്റുകൾ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, കോഡ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇഷ്യൂ മനസ്സിലാക്കി, ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. നമുക്ക് എന്ത് ചെയ്യണം, ഫ്രിഡയുടെ യൂസ് വേണം എന്നുള്ളത് മനസ്സിലാക്കി. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, തിരിച്ച് നമ്മളുടെ ടെർമിനലിലേക്ക് വരുന്നു. ജസ്റ്റ് ADB, നമുക്ക് എന്ത് ചെയ്യണം, ടാർഗറ്റ് ഡിവൈസ് ആക്സസ് ചെയ്യണം, ADB ഷെൽ. ഓക്കെ, ദെൻ SU റൂട്ട്, നമ്മൾ എവിടെയാണോ ഫ്രിഡ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് പോകണം. CD ഡാറ്റ ലോക്കൽ TMP. ഓക്കെ, ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്രിഡ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയി. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, അവിടെ ഫ്രിഡ റൺ ചെയ്യണം. ഫ്രിഡ റൺ ചെയ്യാൻ എന്താ കൊടുക്കേണ്ടത്, ജസ്റ്റ് ഫ്രിഡ സെർവർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഫ്രിഡ സെർവർ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരണം. ഫ്രിഡ റൺ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് നോക്കാം, ഫ്രിഡ -u. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ റൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ അപ്ലിക്കേഷൻസ് റൺ ആവുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അവിടെ എന്ത് കാണിക്കുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു പുതിയ അപ്ലിക്കേഷൻ അവിടെ വർക്കിംഗ് ആണ് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ടാർഗറ്റിൽ എന്താണ്, ഫ്രിഡ എന്ന് പറയുന്ന അപ്ലിക്കേഷൻസ്, നമ്മൾ ഫ്രിഡ 02 എന്ന് പറയുന്ന നമ്മൾ പുതിയ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ വർക്കിംഗ് ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്, ഈ ഒരു അപ്ലിക്കേഷന്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കി എന്താണ്, ഒരു ഫംഗ്ഷൻ നമുക്ക് റണ്ണ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. ദെൻ ആ കോഡ് നമ്മൾ അവിടെ കണ്ടതാണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോഡ് ഇവിടെ ഒരു ഫയൽ ആക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ആ കോഡ്. ഓക്കെ, ആ കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിവിടെ വർക്ക് ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എവിടുത്തെ ഫംഗ്ഷൻ ആണ്, ഈ ഒരു കോഡിലെ ഫംഗ്ഷൻ ആണ്. ഈ പേര് എവിടെ നിന്നാണ് കിട്ടിയത്, ഇതാണ് നമ്മളുടെ പ്രൊജക്റ്റിന്റെ ഫ്രിഡ എന്ന് പറയുന്ന ആ ഒരു അപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇത് ടൂൾ അല്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ഫ്രിഡ എന്ന് പറയുന്നത് ടൂളിനെ അല്ല, നമ്മൾ ആ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തില്ലേ അതിന്റെ പേരും എന്താണ്, ഈ ഫ്രിഡ 0x2 എന്നാണ്. ഓക്കെ, അതിന്റെ മെയിൻ ആക്ടിവിറ്റിയിലേക്ക് പോയ സമയത്ത് നിങ്ങൾ ആ JADX-ൽ ഇതേ പേര് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, മുകളിൽ നമ്മൾ കാണുന്നുണ്ടാവും, ഇതാണ് ആ ഒരു നെയിം. ഓക്കെ, അപ്പൊ ഈ ഒരു പാക്കേജ് ആണ് അവിടെ വർക്ക് ആകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാക്കേജ് നെയിം ആണ് നമ്മളുടെ അപ്ലിക്കേഷന്റെ ടെക്നിക്കൽ നെയിം. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനും, നമ്മൾ ഉദാഹരണത്തിന് സൊമാറ്റോ ആപ്ലിക്കേഷൻ, സൊമാറ്റോ എന്നുള്ളത് എന്താണ്, ഓക്കെ, സൊമാറ്റോ എന്നുള്ളത് നമ്മളുടെ അപ്ലിക്കേഷൻ ആണ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണുന്ന പേരാണ്. പക്ഷേ അതിന്റെ ടെക്നിക്കൽ നെയിം എന്തായിരിക്കും, com.zomato. എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേരായിരിക്കും. അതേപോലെ ഈ പാക്കേജിന്റെ ഒറിജിനൽ നെയിം ആണെന്ത്, com.ad2001.frida0x2 എന്ന് പറയുന്നത്. ഇതേ നെയിം ആണ് എവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ കാലിയിലും ഇവിടെ കാണുന്നത്, നിങ്ങൾ ആ പേര് കാണുന്നത്. ദെൻ അതേ പ്രൊജക്റ്റ്, ദെൻ ആ പ്രൊജക്റ്റിൽ എന്താണ് ഡോട്ട് മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ഈ ആക്ടിവിറ്റി എവിടെയാണ്, ഈ ഫംഗ്ഷൻ എവിടെയാണ് റൺ ആവേണ്ടത്, ഈ ഒരു ആക്ടിവിറ്റിയിലാണ്, മെയിൻ ആക്ടിവിറ്റിയിലല്ലേ ഈ കോഡ് ഉള്ളത്, അവിടെയാണ് ഇത് റൺ ആവേണ്ടത് എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് റൺ ആവേണ്ട ഫംഗ്ഷൻ എന്തായിരുന്നു, ആ ഫംഗ്ഷന്റെ പേരാണ് നമ്മൾ ഈ കൊടുക്കുന്നത്, main.get.flag. ഗെറ്റ് ഫ്ലാഗ്, ഇതായിരുന്നു ആ ഫംഗ്ഷൻ നെയിം. ഈ ഫംഗ്ഷൻ ആണ് നമുക്ക് റൺ ആവേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് റൺ ആവേണ്ട ഫംഗ്ഷന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്, main.get
അണ്ടർസ്കോർ ഫ്ലാഗ്. ഇതായിരുന്നു ആ ഫംഗ്ഷൻ നെയിം. നമ്മൾ ആ ജാഡക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, ഗെറ്റ് അണ്ടർസ്കോർ ഫ്ലാഗ്, ഇതാണ് ആ ഒരു ഫംഗ്ഷന്റെ പേര് വരുന്നത്. ദെൻ അവിടുത്തെ വാല്യൂ എന്തായിരുന്നു? 4919 എന്നുള്ളതാണ്. ഈ കോഡാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്പറാണ് അവിടെ എക്സിക്യൂട്ട് ആവേണ്ടത്. സോ ഇത് അവരായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, നമുക്കായിട്ട് ആ പേജിൽ ചെയ്യാനും പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കോഡ് വെച്ചിട്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. ദെൻ ആ കോഡ് ഞാൻ ഇവിടെ കൊടുത്തു. ദെൻ അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യണം? സ്ക്രീനിൽ കാണണം എന്നുള്ളതാണ് ഇവിടെ പ്ലസ് റിസൾട്ട്. ഈ ഒരു ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തോ ഒരു സാധനം റിട്ടേൺ ആവുമല്ലോ, ഫംഗ്ഷന്റെ ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലസ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാം ആണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? എന്റെ ടാർഗറ്റ് സിസ്റ്റത്തിൽ റണ്ണ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇത് മിനിമൈസ് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഈ കോഡ് ടാർഗറ്റിലേക്ക് റണ്ണ് ചെയ്യിപ്പിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് റിഡ. ഓക്കെ, ഞാനിവിടെ കൊടുത്ത കോഡ് നോക്കുക. റിഡ മൈനസ് ക്യാപിറ്റൽ യു ദെൻ മൈനസ് എൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണോ അവർ കൊടുത്തിരിക്കുന്ന പേര്. ഓക്കെ, നമ്മൾ ഈ കോഡ് വെച്ചാലും ഇത് പോസിബിൾ ആണ്. കോഡ് മേ ബി തെറ്റും, അതുകൊണ്ടാണ് കോഡ് ചിലപ്പോൾ മാറും, ചേഞ്ച് ആവും. നമ്മൾ ഈ പേര് എന്താണ് ഇവിടെ എല്ലാവർക്കും കോമൺ ആണല്ലോ, എല്ലാവരുടെ കമ്പ്യൂട്ടറിലും ഇതേ പേരിനെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ പേര് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ടാർഗറ്റിനെ മനസ്സിലാക്കുന്നത്. ദെൻ നമ്മൾ മൈനസ് എൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഡ്, ജാവാസ്ക്രിപ്റ്റ് കോഡ്, അതൊരു ജാവാസ്ക്രിപ്റ്റ് കോഡായിരുന്നു. ദെൻ ഫ്രിഡ മൈനസ് യു മൈനസ് എൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഏതാണ്, കാരണം ടാർഗറ്റിൽ ഇത്രയും അപ്ലിക്കേഷൻസ് ഉണ്ട്, ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ട്, ഇതിൽ ഏത് ആക്ടിവിറ്റിയാണ് നമുക്ക് റൺ ചെയ്യിപ്പിക്കേണ്ടത്, ഏത് പ്രോസസ്സാണ് നമുക്ക് റൺ ചെയ്യിപ്പിക്കേണ്ടത്? ഈ ഒരു പ്രോസസ്സാണ് റൺ ചെയ്യിപ്പിക്കേണ്ടത്. കാരണം ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അപ്ലിക്കേഷൻ. അവിടെ വേറെയും നമ്മുടെ ടാർഗറ്റ് എമുലേറ്ററിൽ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ വർക്കിംഗ് ആണ്, അതിലൊന്നും നമ്മൾ ടച്ച് ചെയ്യേണ്ട. നമ്മൾക്ക് ആപ്ലിക്കേഷൻ അതാണ്, ഈ ഒരു ആപ്ലിക്കേഷനിലാണ് നമ്മൾ റൺ ചെയ്യിപ്പിക്കേണ്ടത്. സോ ഫ്രിഡ മൈനസ് യു ആ ആപ്ലിക്കേഷന്റെ പേര്, ദെൻ മൈനസ് എൽ എന്നും പറഞ്ഞിട്ട് നമുക്ക് റൺ ചെയ്യേണ്ട സ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ആ സ്ക്രിപ്റ്റ് റൺ ചെയ്തു. ദെൻ ആ സ്ക്രിപ്റ്റ് റൺ ചെയ്തപ്പോൾ എന്റെ എമുലേറ്ററിൽ നോക്കേ, എമുലേറ്ററിൽ എന്ത് കാണുന്നുണ്ട്? എനിക്ക് ആ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലാഗ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലാഗ് സ്ക്രീനിൽ കാണാൻ പറ്റും. എന്ത് കാരണം കൊണ്ട്? നമ്മൾ ആ ഒരു എ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഗെറ്റ് ഫ്ലാഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു? റൺ ചെയ്തു. ഓക്കെ, അത് അപ്ലിക്കേഷൻ വഴിയല്ല നമ്മൾ റൺ ചെയ്തത്. നമ്മൾ റൺ ചെയ്തത് എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ജാവാസ്ക്രിപ്റ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ഒരു കോഡ് റൺ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ ജാഡക്സിൽ നമ്മൾ ആ കോഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? സപ്പോസ് നിങ്ങൾക്ക് ഇതേപോലെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജാഡക്സിലേക്ക് നിങ്ങൾക്ക് സംശയമുള്ളത്, ഇപ്പൊ നമുക്ക് എ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? ഈ കോഡ് ജാഡക്സിൽ കാണുന്ന ഈ കോഡ് എന്ത് ചെയ്താൽ മതി? നേരെ ചാറ്റ് GPT ഇട്ടിട്ട് അവരോട് പറഞ്ഞാൽ മതി ഫ്രിഡയിൽ വർക്ക് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് ആക്കി മാറ്റി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ കോഡ് അങ്ങോട്ട് കിട്ടും. ഓക്കെ, നമ്മൾ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. ഈ കോഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം? ചാറ്റ് GPT ഇടുക, ദെൻ ഫ്രിഡയിൽ വർക്ക് ചെയ്യാനുള്ള ജാവാസ്ക്രിപ്റ്റ് കോഡ് ആക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തോളും? ഈ കോഡിനെ മാറ്റി തരും. ഞാൻ അങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ.